എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. സീരിയൽ മാന്യ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പൊ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസമൊക്കെ ആശംസിച്ചുകൊണ്ട് നമ്മൾ വീഡിയോ തുടങ്ങുകയാണ്. എത്തിയിരിക്കുന്നത് നമ്മുടെ കുടുംബവിളക്കിന്റെ ആ ഒരു സൂപ്പർ ഹിറ്റ് കഥയും ഒക്കെ ആയിട്ടാണ്. അപ്പൊ തുടങ്ങിയാലോ. നമ്മുടെ സുമിത്രയാണെങ്കിലോ വളരെ വിഷമിച്ച് ഇങ്ങനെ രോഹിത്തിന്റെ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ചിന്തിക്കുന്ന സമയത്താണെങ്കിലോ എത്ര നന്നായിട്ടാണ് നമ്മൾ ജീവിച്ചിരുന്നതെന്നും അതുപോലെ തന്നെ പൂജയാണെങ്കിലോ ഇപ്പം നമ്മുടെ കമ്പനിയിലെ തന്നെ ഒരു തൊഴിലാളിയായി മാറിയിരിക്കുകയാണ്. എല്ലാത്തിനും കാരണക്കാരി രോഹിത്തിന്റെ പെങ്ങളായിട്ടുള്ള രഞ്ജിത തന്നെയാണ് എന്നും പറഞ്ഞ് ഇങ്ങനെ ആലോചിക്കുകയാണ്. എന്തായാലും രോഹിത്തിന്റെ ഫോട്ടോ നോക്കി നമ്മുടെ സുമിത്ര വാക്കു കൊടുക്കുകയാണ്. നമുക്ക് നഷ്ടപ്പെട്ടു പോയ ആ ഒരു സൗഭാഗ്യങ്ങളെല്ലാം ഞാൻ തിരികെ പിടിച്ച് നമ്മുടെ മോളെ ഏൽപ്പിക്കുമെന്നുള്ള ആ ഒരു വാക്ക്. അപ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞിങ്ങനെ ആലോചിച്ചൊക്കെ വളരെ വിഷമിച്ചിരിക്കുന്ന ആ ഒരു സമയത്താണെങ്കിലും സരസ്വതി അമ്മ അങ്ങോട്ട് വരികയാണ്. സരസ്വതി അമ്മ വന്നിട്ട് പറയുന്നുണ്ട്, അല്ല സുമിത്ര, എന്താണ്, പോവാൻ തന്നെയാണോ നിന്റെ തീരുമാനം? അതെ അമ്മേ, പോവാം. എന്തായാലും ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാകില്ല. അമ്മയ്ക്ക് മനസ്സിലായി, നിനക്ക് കിട്ടാനുള്ള സംഭവങ്ങളെല്ലാം നീ കണ്ടെത്തി കഴിഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോ ഇവിടെ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. എത്രയും പെട്ടെന്ന് തന്നെ ആ ഒരു ഡയറി അത് എത്തിക്കേണ്ടടുത്ത് എത്തിക്കണം എന്നുള്ള കാര്യം പറയുമ്പോഴത്തേക്കിനും അത് പൂജയുടെ കൈവശമാണ് എന്നുള്ളത് വിവരങ്ങളെല്ലാം സരസ്വതി അമ്മ നേരത്തെ ചോർത്തിയല്ലോ. സരസ്വതി അമ്മയുടെ അടുത്ത് നിന്നും ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ അരവിന്ദനും ചോർത്തിയെടുത്തിട്ടുണ്ട്. അപ്പം അവിടെ അണിയറയില് ഇതിനുള്ള സംഭവങ്ങള് എങ്ങനെയും ഡയറി കൈവശപ്പെടുത്തണം. അതിനുവേണ്ടി നമ്മുടെ പങ്കജ് ദീപുവിനെയും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ഇതൊന്നും സുമിത്ര അറിയുന്നില്ല. അങ്ങനെ സുമിത്രയാണെങ്കിൽ ഇതാ പെട്ടെന്ന് തന്നെ റെഡിയായി സരസ്വതി അമ്മയും കൂട്ടി ഇറങ്ങാൻ തുടങ്ങുമ്പോഴത്തേക്കിനും അരവിന്ദനാണെങ്കിലോ, അല്ല ഇത് എങ്ങോട്ടാണ് രണ്ടാളും കൂടി? ഞങ്ങൾ ഈ വീട്ടിൽ നിന്ന് പോവാണ്, ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല എന്നുള്ള കാര്യം സുമിത്ര അരവിന്ദന്റെ മുഖത്ത് നോക്കി പറയുമ്പോഴത്തേക്കിനും അതെന്തായാലും നല്ല തീരുമാനമായി, ഞങ്ങൾ എന്നാ പോയിട്ട് മടങ്ങി വരാമെന്ന് സരസ്വതി അമ്മ പറയുമ്പോഴത്തേക്കിനും എന്റെ പൊന്ന് സരസ്വതി അമ്മേ, ഇനി തിരികെ ഈ വഴിക്ക് നിങ്ങളെ കണ്ടുപോകരുത്. കുറച്ചു ദിവസം ഇവിടെ നിന്ന് ഞങ്ങളെ സഹായിച്ചതിനൊക്കെ വലിയ നന്ദിയുണ്ട് എന്നുള്ള കാര്യമൊക്കെ പറയുക. അപ്പോഴാണെങ്കിലോ സരസ്വതി അമ്മയോട് ഇങ്ങനെയൊക്കെ ഇവൻ സംസാരിക്കുമ്പോൾ നമ്മുടെ സുമിത്ര അങ്ങ് ഇടപെടുക. സുമിത്ര പറയുന്നുണ്ട്, അതെ, എന്തൊക്കെ വന്നാലും ഞങ്ങൾക്ക് ഇങ്ങോട്ട് തിരികെ വരേണ്ടി വരും. നഷ്ടപ്പെട്ടു പോയ മുതലെല്ലാം തിരികെ ഞാൻ നേടിയെടുത്തിരിക്കും എന്നുള്ള കാര്യം പറയുമ്പോൾ രഞ്ജിതയൊന്ന് നമ്മുടെ സുമിത്രയെ ചൂഴ്ന്നു നോക്കുകയാണ്. നീ ആ ഡയറിയുടെ കാര്യമാണല്ലോ ഉദ്ദേശിക്കുന്നത് എന്ന് തന്നെയാണ് സുമിത്രയെ കുറിച്ച് രഞ്ജിത അപ്പം മനസ്സിൽ കരുതുന്നത്. എന്തായാലും അണിയറയിൽ അതില് ഉള്ള പരിപാടികളൊക്കെ നമ്മുടെ രഞ്ജിത പ്ലാൻ ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ അധികം ഒന്നും സംസാരിക്കാതെ ഇനി അധികം നിൽക്കുമൊന്നും വേണ്ട, ഇനി ദയവ് ചെയ്ത് ഇങ്ങോട്ടേക്ക് ഒന്നും പറഞ്ഞ് വരാതിരിക്കാൻ ശ്രമിക്കുക എന്നും പറഞ്ഞ് അവരവരെ യാത്രയാക്കുകയാണ്. അപ്പോൾ സരസ്വതി അമ്മയാണെങ്കിലോ ഇത്രയും ദിവസം നല്ല ആർഭാടത്തിൽ ജീവിച്ചതാണ്. കുറച്ചൊക്കെ നരകയാതനയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ആർഭാടമൊക്കെ ഇനിയിപ്പോൾ കുറഞ്ഞല്ലോ. ഈശ്വര, ആ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഇനി എങ്ങനെ താമസിക്കാനാണെന്നൊക്കെ പറഞ്ഞ് വർത്താനമൊക്കെ പറഞ്ഞ് വരിക. അപ്പം ഈ സമയത്താണെങ്കിലോ നമ്മുടെ ശീതളാണെങ്കിൽ അമ്മയുടെ അടുത്തേക്ക് വരിക. അപ്പൊ ശീതള് വരുന്ന ആ ഒരു കാര്യം നമ്മുടെ സിദ്ധാർത്ഥിന്റെ ആ ഒരു അസിസ്റ്റന്റ് ഉണ്ടല്ലോ, പുള്ളിക്കാരൻ കണ്ടെത്തുകയാണ്. അയാളാണെങ്കിലോ നമ്മുടെ സിദ്ധുവിനെ വിളിച്ച് പറയുന്നുണ്ട്, അതെ സാറേ, ഞാനൊരു സാറിന്റെ മോളെ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പം സാറിന്റെ മോളിതാ ഇപ്പൊ ഒരു സ്ഥലത്തേക്ക് കയറി പോകുന്നത് കണ്ടു. അപ്പം ആ ഒരു ലൊക്കേഷൻ ഞാൻ ഇപ്പൊ തന്നെ സാറിന് സെൻഡ് ചെയ്ത് തരാമെന്നും സാർ എത്രയും പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ സാറിന്റെ മകളെ ഡയറക്റ്റ് കാണാനും ഒക്കെ സാധിക്കുമെന്നുള്ള കാര്യമൊക്കെ പറയുകയാണ്. അപ്പൊ സിദ്ധു ആണെങ്കിലോ ഇത്രയും കാലം തന്റെ മകളെ കാണാത്തതിൽ നല്ല വിഷമമുണ്ട്. ഏറ്റവും കൂടുതൽ പുന്നാരിച്ച് വളർത്തിയതാണ് തന്റെ മോളെ. അപ്പൊ ആ മോളെ കാണാത്തത് കൊണ്ട് തന്നെ സിദ്ധുവിന് ഒരുപാട് സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സിദ്ധു ആണെങ്കിലോ ഇനിയിപ്പോൾ എന്തായാലും എനിക്ക് എൻ്റെ കുഞ്ഞിനെ കാണാമല്ലോ, താൻ പെട്ടെന്ന് തന്നെ ആ ഒരു ലൊക്കേഷൻ ഇങ്ങ് ഇടന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യാണ്. അപ്പം ശീതളാണെങ്കിൽ എത്തിയിരിക്കുന്നത് നമ്മുടെ സുമിത്രയുടെ വീട്ടിലേക്കാണ്. സുമിത്രയുടെ വീട്ടിലെത്തിയതും അമ്മയോട് മോള് സംസാരിക്കുകയാണ്. അമ്മ പറയുന്നുണ്ട്, മോളെ എന്തൊക്കെയുണ്ട് വിശേഷം? നീ എന്താ ഇങ്ങോട്ട് വന്നത്? സച്ചിനോട് പറഞ്ഞിട്ടാണോ വന്നത് എന്നുള്ള കാര്യം ചോദിക്കുക. അമ്മ, സച്ചിൻ അറിഞ്ഞിട്ടില്ല. എനിക്ക് അമ്മയോട് പേഴ്സണൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണമെന്ന് പറയുമ്പം സരസ്വതി അമ്മ അവിടെ ഇരിപ്പുണ്ടല്ലോ. അപ്പൊ പുള്ളിക്കാരി പറയുന്നുണ്ട്, കണ്ടോ, ഒരച്ഛമ്മയുള്ള എന്റെ കാലാണെങ്കിൽ ഒടിഞ്ഞിട്ട് ഒന്ന് വന്ന് നോക്കാമല്ലോ. നീ എന്റെ കൊച്ചുമോളാണല്ലോ, ഏറ്റവും അധികം നിന്നെയല്ലേ ഞങ്ങൾ പുന്നാരിച്ച് വളർത്തിയത്. എന്തൊക്കെ വന്നാലും നിന്റെ അച്ഛന്റെ അമ്മയല്ലേ ഞാൻ എന്നുള്ള കാര്യമൊക്കെ പറയുമ്പോഴത്തേക്കിനും അച്ഛമ്മ ദയവ് ചെയ്ത് എന്റെ മാനസികാവസ്ഥ ഇപ്പം ശരിയല്ല. അച്ഛമ്മയുടെ വിശേഷങ്ങളെല്ലാം അമ്മ പറഞ്ഞ് ഞാൻ അറിഞ്ഞായിരുന്നു. അതുകൊണ്ടാണ്, പിന്നെ സച്ചിനെ പേടിച്ചിട്ട് എനിക്കങ്ങ് വരാനും പറ്റിയില്ല. അതുകൊണ്ടാണ് എനിക്ക് വരാൻ സാധിക്കാതിരുന്നത് എന്നുള്ള കാര്യമൊക്കെ പറയാണ്. ഇപ്പൊ സുമിത്രയാണെങ്കിലോ, എന്നാ വാ മോളെ, നിനക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ പറയുമ്പോഴത്തേക്കിനും പെട്ടെന്ന് തന്നെ നമ്മുടെ ശീതളിന്റെ ഫോണിലേക്ക് ഒരു കോള് വരിക. വിളിക്കുന്നത് മറ്റാരുമല്ല, നമ്മുടെ സച്ചിൻ തന്നെയാണ്. ശീതളിനോട് ചോദിക്കുകയാണ്, ശീതളെ നീ ഇപ്പൊ എവിടെയാ ഉള്ളത്?
അപ്പൊ ശീതൾ ഉടനെ ഒരു കള്ളത്തിന് അങ്ങ് പറയുക കേട്ടോ. ഇവിടെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തീർന്നല്ലോ. ഈ ഒരാഴ്ച ഫുള്ളും പിന്നെ അവന്റെ ആ ഒരു അതിക്രമങ്ങളായിരിക്കും എന്ന് നല്ല രീതിയിൽ അറിയാവുന്നത് കൊണ്ട് തന്നെ ശീതൾ കള്ളത്തരം പറയുക, ദേ ഞാൻ മാർക്കറ്റിൽ വന്നിരിക്കുകയാണ്, നമുക്ക് വീട്ടിലേക്ക് വേണ്ടുന്ന കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി വന്നതാ എന്നുള്ള കാര്യമൊക്കെ പറയുക. അപ്പൊ ശീതൾ ഇങ്ങനെ കള്ളത്തരം പറഞ്ഞതും സച്ചിനാണെങ്കിലോ സച്ചിൻ എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ്. ശീതളിന് പിന്നാലെ തന്നെ സച്ചിൻ ഉണ്ട് എന്നുള്ള കാര്യമൊന്നും പാവത്താൻ അറിഞ്ഞിട്ടില്ല. അങ്ങനെ ആണല്ലേ, എന്നാൽ എത്രയും പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് വാദം പറഞ്ഞ് അവൻ കോള് കട്ട് ചെയ്യുക. കോള് കട്ട് ചെയ്തതിന് ശേഷമാണെങ്കിൽ നമ്മുടെ സുമിത്രയുടെ അടുത്ത് ശീതൾ പറയുന്നുണ്ട്, അമ്മ ഇത്രയും കാലവും അവൻ എന്നെ പറ്റിക്കുമായിരുന്നു. അമ്മ പറഞ്ഞതെല്ലാം സത്യം തന്നെയാണ്. ഞാൻ വേറൊരു ഡോക്ടറെ പോയി കണ്ട് ചെക്കപ്പ് ചെയ്തപ്പോഴത്തേക്കിനും എനിക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ള കാര്യമൊക്കെ അറിഞ്ഞു എന്നുള്ള കാര്യം പറയുമ്പം സുമിത്രയാണെങ്കിൽ, മോളെ ഒരിക്കലും അമ്മ നിന്നെയും സച്ചിനെയും വേർപെടുത്താൻ വേണ്ടിയിട്ട് പറഞ്ഞതല്ല. പിന്നെ നിനക്കൊരു കുഞ്ഞ് വേണം, നിനക്കൊരു കൂട്ട് വേണം എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് മാത്രമാണ്. പിന്നെ അവനെ പോലെയുള്ള ഒരുത്തന്റെ കൂടെ എങ്ങനെയാണ് മോളെ നീ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്നത്? അപ്പം സച്ചിൻ ഇത്രയും വലിയൊരു ക്രൂരത തന്നോട് ചെയ്യുമെന്നുള്ള കാര്യം ശീതൾ സ്വപ്നത്തെ പോലും വിചാരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ശീതളിന് ഇതെല്ലാം വലിയൊരു ഷോക്ക് തന്നെയാണ്. ഇവനാണെങ്കിലോ ശീതളിന് ഇടവും വലവും തിരിയാൻ സാധിക്കാത്ത അവസ്ഥയിൽ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയൊക്കെ ആണ്. അപ്പം അമ്മയോട് മോളി കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് നമ്മുടെ സുമിത്ര മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്, മോളെ അച്ഛൻ നാട്ടിലെത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം. അപ്പം അച്ഛൻ എത്തിയെന്നോ? അച്ഛൻ സത്യമാണോ അമ്മേ? അച്ഛൻ ഇത്രയും കാലം എവിടെയായിരുന്നു എന്നുള്ള കാര്യമൊക്കെ ചോദിക്കുമ്പോൾ, മോളെ അമ്മ അച്ഛനെ കണ്ടിട്ടില്ല, അച്ഛമ്മ അച്ഛൻ്റെ സൗണ്ട് കേട്ടുവെന്നും രഞ്ജിതയുടെ വീട്ടിൽ നമ്മളെ അന്വേഷിച്ചുകൊണ്ട് അച്ഛൻ അവിടെ എത്തി എന്നുള്ള കാര്യമൊക്കെ സുമിത്ര ഇങ്ങനെ ശീതളിനോട് പറയുമ്പോൾ ശീതളിന് വലിയ സന്തോഷമായി കേട്ടോ. അച്ഛൻ്റെ ചെല്ലക്കുട്ടി തന്നെ ആയിരുന്നല്ലോ ശീതൾ. അപ്പൊ അതുകൊണ്ട് അവൾക്ക് വലിയ സന്തോഷമൊക്കെ ആയി. അങ്ങനെ ദാ സിദ്ധു തന്റെ മകളുടെ അരികിലേക്ക് പറന്നെത്താൻ തുടങ്ങുന്ന ആ ഒരു സമയത്താണെങ്കിലും അമ്മയോട് യാത്രയൊക്കെ പറഞ്ഞു, ദേ അമ്മ ഇനി അധിക സമയം ഞാൻ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കാര്യങ്ങളൊന്നും ശരിയാവില്ല, അതുകൊണ്ട് ഞാൻ പോവുകയാണ് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് ശീതൾ പതി ആ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. അപ്പൊ ഇറങ്ങുന്ന സമയത്താണെങ്കിലും നേരെ വന്ന് നമ്മുടെ സച്ചിന്റെ മുന്നിലാണ് ചെന്ന് ചാടുന്നത്. സച്ചിനാണെങ്കിലോ, അയ്യോ ഇവളെ കൊല്ലാനുള്ള ദേഷ്യമാണ്, നീ ഇത്രയും കാലം എന്നോട് കള്ളത്തരമാണല്ലേ പറഞ്ഞിരുന്നത് എന്നും പറഞ്ഞ് ശീതളിനെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകാൻ തുടങ്ങുമ്പോഴത്തേക്കിനും അങ്ങോട്ടേക്ക് ലൊക്കേഷൻ ട്രേസ് ചെയ്ത് നമ്മുടെ സിദ്ധു എത്തുകയാണ്. അപ്പൊ സിദ്ധു കാണുന്ന കാഴ്ചയെന്ന് പറഞ്ഞാല് അതിക്രൂരമായിട്ട് നമ്മുടെ ശീതളിനെ വലിച്ചടിച്ചു കൊണ്ടുപോകുന്ന ആ ഒരു കാഴ്ചയാണ്. അപ്പം അച്ഛനായതുകൊണ്ട് തന്നെ സിദ്ധുദ സച്ചിനെ അടിക്കാനൊന്നുള്ള പാട്ടില് അങ്ങ് ഓടി ചെല്ലുമ്പോഴത്തേക്കിനും പെട്ടെന്ന് തന്നെ ഇവനാണെങ്കിൽ വണ്ടി എടുത്ത് അവിടുന്ന് വിട്ടുപിടിക്കുകയാണ്. അപ്പൊ എന്തായാലും സുമിത്രയുടെ വീടിന് മുന്നിലാണ് താൻ എത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യം പോലും നമ്മുടെ സിദ്ധു അറിയുന്നില്ല. പക്ഷെ സുമിത്രയാണെങ്കിലും ആ സമയത്ത് അവരുടെ ആ ഒരു ഉമ്മറത്ത് നിൽക്കുന്നുണ്ട്. സിദ്ധു ആണെങ്കിലും റോട്ടിൽ നിൽക്കുന്നു. പക്ഷെ സുമിത്രയും അറിയുന്നില്ല കേട്ടോ ഇവിടെ ഈ നടക്കുന്ന സംഭവങ്ങളെല്ലാം. അത്രയ്ക്ക് നല്ല എന്താ പറയുക സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള ഒരു വിശേഷമാണ് ഇന്ന് എത്തിയിരിക്കുന്നത്. എന്തായാലും നമ്മുടെ പൂജയെ അപ്പുറേ ട്രാപ്പ് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ദീപു സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇപ്പം അപ്പുവിനെ കുറിച്ച് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു പരത്തിയത് കൊണ്ട് തന്നെ അപ്പുവിനോട് പൂജയ്ക്ക് തോന്നിയ ആ ഒരു ഇഷ്ടം അത് പൂജ വേണ്ടാന്ന് വെക്കുകയാണ്. എന്തായാലും അപ്പുവേട്ടൻ സ്നേഹ എന്ന് പറയുന്ന ആ ഒരു കുട്ടിയായിട്ട് സന്തോഷമായിട്ട് തന്നെ ജീവിക്കട്ടെ, അത് തന്നെയാണ് ദീപുകളും ചിത്രാന്റിയും ഒക്കെ ആഗ്രഹിക്കുന്നത് എന്നും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മുടെ പൂജ സ്വന്തമായിട്ട് തന്നെ ആ ഒരു ബന്ധത്തിൽ നിന്നും ഒഴിയാനുള്ള കാര്യങ്ങൾ ചെയ്യുക. അപ്പൊ ഇത്തരത്തിലുള്ള നല്ല വിശേഷങ്ങളാണ്. അപ്പൊ എല്ലാവരും കാണുക. എല്ലാവർക്കും നല്ലൊരു ദിവസമൊക്കെ ആശംസിക്കുന്നു. ബൈ.